വഖഫ് വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ആളിക്കത്തുമ്പോൾ വിദ്വേഷ പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് സ്വത്തുക്കളിൽ പ്രയോജനം ലഭിച്ചത് ഭൂമാഫിയയ്ക്കാണെന്നും ഭൂമിക്കൊള്ളയാണ് നടന്നിരുന്നതെന്നും മോദി. ആദിവാസി ഭൂമികൾ ഉൾപ്പെടെ വഖഫ് ബോർഡ് തട്ടിയെടുത്തുവെന്ന ഗുരുതര ആരോപണവും ഉയർത്തി. വിവരങ്ങളുമായി സിബി ജോസഫ് ഉണ്ട്. റിപ്പോർട്ട് കാണാം. വർഷ ഹരിയാനയിലെ ഹിസാറിൽ ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയത്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു പ്രതിഷേധത്തെ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്വേഷ പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ നരേന്ദ്രമോദി പറഞ്ഞത് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വഖഫിൻ്റെ സ്വത്തുകളായിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം തന്നെയും പാവപ്പെട്ടവർക്കും വലിയ ആവശ്യക്കാർക്കും വേണ്ടി ഗുണം ചെയ്യുന്ന രീതിയിലല്ല ഉപയോഗിച്ചിരുന്നത്. ഈ ഭൂമി ഒരു ഭൂമാഫിയുടെ കയ്യിലായിരുന്നു വഖഫിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെയും. ഈ വഖഫ് ഭൂമി, അതായത് ഭൂമി കൊള്ളയടിക്കുകയാണ് വഖഫ് ചെയ്തതെന്നുള്ള വിദ്വേഷമായ പ്രസംഗമാണ് നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഈ ഹിസാറിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്വേഷ പരാമർശം നടത്തിയത്. वक्फ के नाम पर लाखों हेक्टर जमीन पूरे देश में है. इस जमीन, इस प्रॉपर्टी से गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था. ബംഗാളിലെ മൂർഷിദാബാദിലടക്കം വലിയ പ്രതിഷേധമാണ് ഈ ഒരു വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നത്. ഇതിനിടെയാണ് മോദി ഈ ഒരു വിദ്വേഷ പരാമർശം ആവർത്തിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ സ്വന്തമാക്കി എന്നുള്ള വിദ്വേഷ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കിയ ശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ്. വർഷ, വഖഫ് നിയമത്തിൽ പ്രതിഷേധം പല മേഖലകളിൽ നിന്ന് ഉയരുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിദ്വേഷ പ്രസംഗം എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് വഖഫ് ഭൂമിക്ക് പിന്നിൽ ഒരു ഭൂമാഫിയ തന്നെയുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നത്.